നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിനിടെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ചുമതലയുള്ള കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെയും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിരുന്നു. ശ്യാം ദേവരാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശ്യാം, വിവരങ്ങൾ. ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് മെമ്മറി കാർഡ്. ഇക്കാര്യം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണയാണ് പരിശോധിക്കപ്പെട്ടത്. ഈ ആവശ്യം ഇക്കാര്യത്തിൽ അന്വേഷണം SIT അന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെ ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. പക്ഷെ നാളെ ഈ ഹർജി പുതിയ ബെഞ്ചിന് മുന്നിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് നാളെ പരിഗണിക്കാനിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം, മെമ്മറി കാർഡ് ഈ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് മുൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജഡ്ജിയായിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ചുമതലയിലുള്ള കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെയും ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഈ ഹർജിയാണ് ഇതേ ജഡ്ജിയുടെ, നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരുന്ന അതേ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയാകുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഈ കേസ് വരുന്നത്, ഈ ഹർജി വരുന്നത്, അത് പുതിയ ബെഞ്ച് പരിഗണിക്കുന്നു. പുതിയ ബെഞ്ച് പരിഗണിക്കുമ്പോൾ പക്ഷേ അത് ഈ ഇങ്ങനെ ഒരു സ്വാഭാവികതയോ അസ്വാഭാവികതയോ ഇതിന് പിന്നിലുണ്ട്. അത് നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരുന്ന ആൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയാകുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്കാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൽ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ ഇതിൽ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരം, ഒപ്പം അതൊരു വസ്തുതയാണ്. നേരത്തെ ഇദ്ദേഹത്തിന്റെ ചുമതലയുള്ള കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെയാണ് ഈ മെമ്മറി കാർഡ് നേരത്തെ പരിശോധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി നാളെ പുതിയ ബെഞ്ചിലേക്ക് വരുമ്പോൾ ഈ ജഡ്ജി പരിഗണിക്കുമോ അതോ ഇതിൽ നിന്നും ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പിന്മാറിയാൽ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ നാളെ രാവിലെ 10:15 കോടതി നടപടികൾ. 7C കോടതിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ 86ാമത്തെ ഐറ്റമായാണ് ഈ അതിജീവിതയുടെ ഹർജി നാളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്യാം, നമുക്കറിയാം ഇതിന്റെ ഒരു ആശങ്ക എത്രത്തോളമാണെന്നുള്ളത് അതിജീവിത ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് പരിശോധിക്കപ്പെട്ടോ എന്നുള്ളതിൽ 3 തവണ ഇത് പരിശോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ പരിശോധിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജഡ്ജി പിന്മാറുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഈ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വീണ്ടും എത്തുമ്പോൾ, ഈ പറഞ്ഞ പോലെ ശ്യാം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിലെ ആശങ്ക. വീണ്ടും എത്തുമ്പോൾ ഇത് പിന്മാറുമോ, എന്താണ് ഇതിൽ സംഭവിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ എന്നൊരു ആശങ്ക ഒപ്പം തന്നെ ഉറ്റുനോക്കപ്പെടുന്നതും അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉന്നയിച്ച ആശങ്കയടക്കം മുന്നിൽ നിൽക്കുമ്പോൾ അത്തരമൊരു കാര്യമാണ്. സ്വാഭാവികമായും നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയത് അതിജീവിത നേരത്തെ ഇന്നലെ ഹർജി പരിഗണിക്കുമ്പോൾ ആദ്യം തന്നെ ഈ സിംഗിൾ ബെഞ്ച് ജഡ്ജി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭരണനിർവഹണ വിഭാഗത്തിന് പരാതി നൽകിയിരുന്നോ എന്ന കാര്യമാണ്. അങ്ങനെ അതിജീവിത പരാതി നൽകിയിരുന്നു. അതിജീവിത പരാതി നൽകുമ്പോൾ ഈ ഭരണനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായി ഇരുന്ന ആളാണ് ഇന്നലെ ഹർജി പരിഗണിച്ച ജഡ്ജിയായ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ. ആ സാഹചര്യം അദ്ദേഹത്തിന് മുന്നിൽ വ്യക്തമായതോടുകൂടി തന്നെ ആ ജഡ്ജി ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. നാളെ പുതിയ ബെഞ്ചിലേക്ക് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.